തിരുവനന്തപുരത്ത് ഒരു രോഗി ഭയങ്കരമായിട്ട് അങ്ങേറ്റത്തെ ഇതായിരുന്നു, കിഡ്നി രോഗമായിരുന്നു, വളരെ സീരിയസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയൊഴിഞ്ഞു. മരണം കാത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെയൊക്കെ വന്നത്. നോക്കാന്ന് പറഞ്ഞു. അങ്ങേരുടെ ബ്ലഡ് ടെസ്റ്റും ഒക്കെ നമ്മൾ നോക്കൊണ്ടിരുന്നു. അത് കുറഞ്ഞ് ഒരുവിധം നോർമലായി. പക്ഷെ ആള് മരിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോൾ. 1 കൊല്ലം ജീവിച്ചു. 1 കൊല്ലം ജീവിച്ചു. പക്ഷെ നോർമൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, രോഗലക്ഷണം മട്ടു ഈ ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് യൂറിയ എത്ര, ക്രിയാറ്റിൻ എത്ര എന്ന് പറഞ്ഞിട്ട് അത് നോർമൽ ആയി കഴിഞ്ഞാൽ ഡോക്ടർ കണക്കിന് രോഗമില്ല. പക്ഷെ എന്റെ കണക്കിന് എനിക്ക് ഭയമായിരുന്നു എപ്പോഴും. ഭയം എന്ന് പറഞ്ഞാൽ രോഗം മാറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങയുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ മരിച്ചു. വെറും ലക്ഷണം കൊണ്ട് മാത്രം, ഈ ടെസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ? സാധ്യമല്ല. ആൾ മുഖലക്ഷണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞില്ല, എന്റെ കൂട്ടുകാരൻ്റെയൊക്കെയാ പറഞ്ഞു ഈ മുഖലക്ഷണത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞ് ആൾ മരിച്ചു. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിയായിരിക്കും കൊന്നൂർ ബാസിയില്ലേ കേട്ടല്ലേ? നല്ല കഥയാ പറഞ്ഞത്. 1 കൊല്ലമായിട്ട് അങ്ങനെ പുനർജന്മം കിട്ടിയ മാതിരിയായിരുന്നു. പക്ഷെ അങ്ങയുടെ മുഖം കണ്ടപ്പോൾ വല്ലാതെ എനിക്ക് വിഷമം തോന്നി. ദേഹമാസകലം നീര്. ഇതും വെച്ചങ്ങേരി ഓടി കണങ്ങും. പക്ഷെ അങ്ങനെ ലക്ഷണം നോക്കിയപ്പോ രോഗമൊക്കെ മാറി. ക്രിയാറ്റിൻ വളരെ കുറഞ്ഞു, ബ്ലഡ് യൂറിയയും കുറഞ്ഞു. വേറെ കണക്കിന് രോഗമില്ല. പക്ഷെ അത് മാത്രം കൊണ്ട് സാധ്യമല്ല. ഞാൻ പറഞ്ഞത് വെറും ബ്ലഡ് ടെസ്റ്റ് കൊണ്ടും യൂറിൻ ടെസ്റ്റ് കൊണ്ടും മലൻ ടെസ്റ്റ് കൊണ്ടും മാത്രം രോഗലക്ഷണം നിർണ്ണയിക്കാൻ സാധ്യമല്ല. കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വേണം. ഒരു പക്ഷെ മുഖം കണ്ടാൽ മനസ്സിലാവും. പണ്ട് വൈദ്യന്മാർക്ക് അറിയാമായിരുന്നു. പണ്ട് ഒരു ഇത് പറയണ്ട്, വൈദ്യന്മാർക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 12 കൊല്ലം അവിടെ ശിഷ്യത്വം എടുത്ത് പഠിച്ചില്ലെങ്കിൽ വിടില്ല അവർ, വൈദ്യനാവില്ല. അറിയാമോ? പിന്നെ 5 കൊല്ലം പാസ്സായിട്ട് പരീക്ഷ എഴുതി പാസ്സായാൽ മതി കാണാൻ പിടിച്ച്. മറ്റത് അങ്ങനെയല്ല, ഒരു വൈദ്യന്റെ കൂടെ താമസിക്കണം 12 കൊല്ലം. ഒരു വൈദ്യന്റെ കൂടെ താമസിക്കണം 12 കൊല്ലം. 12 കൊല്ലം അവിടെ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചിട്ട് സകല ജോലിയും ചെയ്തിട്ട് വൈദ്യന്റെ വസ്ത്രങ്ങൾ പോലും അലക്കി കൊടുക്കേണ്ടി വരും എന്നാണ് ശിഷ്യ. മനസ്സിലായോ? അല്ലേ? അങ്ങനെയല്ലേ? പഠിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി നീ പൊക്കോ എന്ന് പറയും. അതുവരെ പോവെന്ന് പറയുന്നവരെ പറയില്ല. അത്ര ബുദ്ധിമുട്ടണം പഠിക്കാനായിട്ട്. ഇന്ന് 4 കൊല്ലം 5 കൊല്ലം പഠിച്ച എല്ലാം ഈ നല്ല അല്ലേ? പോരാ, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് കാണുന്ന പല വിഷമങ്ങൾ കൊണ്ട് പറയാണ് കേട്ടോ. ഞാൻ ആരെയും കുറ്റം പറയല്ല, ഞാൻ മേന്മ പറയുകയല്ല. എനിക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പലപ്പോഴും രോഗലക്ഷണം കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പലപ്പോഴും വിചിത്രമായ രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് രോഗം അതും മാറ്റാൻ പറയാൻ സാധ്യമല്ല. അപ്പോ ജീവനുമായിട്ട് സഹകരിക്കൂ. നിങ്ങളുടെ ജീവൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ കാത്തു കിടക്കും. ശരിക്കും ജീവിച്ചു കഴിഞ്ഞാൽ 120 വയസ്സ് വരെ പുരുഷായി 120 വയസ്സാണ് 100 അല്ല കൊണ്ടുനോക്കാൻ പറ്റും. അമേരിക്കയിലെ ഡോക്ടർ ടിൽഡൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഡോക്ടർ ജെ.എസ്. ടിൽഡൻ. വളരെ നല്ലൊരു ഡോക്ടർ. 90 വയസ്സ് വരെ ജീവിച്ചു, 91 വയസ്സ് ജീവിച്ചു. അദ്ദേഹം എന്താ പറയുന്നത് അറിയാമോ? പുരുഷായുസ് 150 ആണ് മിനിമം, മാക്സിമം. മിനിമം 90 എന്ന് പറഞ്ഞു. മിനിമം 90, മാക്സിമം 150 എന്ന് പറഞ്ഞു. അതിന്റെ ശരാശരിയാണ് 120 നമ്മുടെ കാരണന്മാർ പറഞ്ഞേക്കണം. അറിയാമോ? ഇല്ലേ? അദ്ദേഹം അവിടെ കൃഷി തുല്യനായിട്ടുള്ളൊരു മനുഷ്യൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. മിനിമം 90, മാക്സിമം 150 എന്ന് പറഞ്ഞു. ശരാശരി എത്രയാ? 120 അല്ലേ? അല്ലേ? നമ്മുടെ കാരണന്മാരും 120 പറഞ്ഞു. അന്നും ചിലപ്പോൾ കൂടുതലും കുറവുണ്ടാവും. അദ്ദേഹം ഇത്രയോ ഒരു നല്ലൊരു മഹാൻ, കൃഷിതുല്യനായിട്ടുള്ളൊരു ഒരു മനുഷ്യൻ. അദ്ദേഹം ചില ചെറിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ടോക്സീമിയ എക്സ്പ്ലെയിൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇറ്റ് ഈസ് വർത്ത് വെയിറ്റ് ഇൻ ഗോൾഡ്. സ്വർണം തൂക്കി കൊടുക്കാൻ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അത്ര വിലയുള്ള പുസ്തകമാണ്. അത്ര നല്ല പുസ്തകം. ടോക്സീമിയ എക്സ്പ്ലെയിൻ ഒരു പുസ്തകമുണ്ട്. ഇവിടെ ഉണ്ട്, വേണമെങ്കിൽ കൊണ്ടുതരാം, വായിക്കണം. അത് വായിച്ചാൽ നിങ്ങൾക്ക് സകലം മനസ്സിലാവും. പ്രകൃതിശ മുഴുവൻ പറഞ്ഞതിനകത്ത് വേറെ ഒന്നുമല്ല. ഡോക്ടറാണ്. 50 വർഷം അദ്ദേഹം ആയുർവേദ അലോപ്പതി ഡോക്ടർ പഠിച്ചിട്ട് സർവ്വവും നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാം തെറ്റിത്തിരിഞ്ഞിട്ട് 40 വർഷം പിന്നെ പ്രകൃതി ചികിത്സയാണ് ഫോളോ ചെയ്തത്. അങ്ങനെ ഒരു മരുന്നും കൊടുക്കാതെ, ഒരു ഡ്രഗും കൊടുക്കാതെ എല്ലാവരെയും രക്ഷിച്ചു. ആയിരക്കണക്കിന് ആൾക്കാരെ കരകയറ്റി. വലിയ ഡോക്ടർ ആയിരുന്നുകൊണ്ട് മറ്റു ഡോക്ടർമാരെ അങ്ങനെ ഒപ്പോസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തേനെ. വഴിതെറ്റാൻ പാടില്ല പറയും. ഡോക്ടർമാർക്ക് വേറെ ചികിത്സ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ നിയമമില്ലേ? ചെയ്തു. ഋഷിതുല്യനായ അദ്ദേഹം ഇവിടെ ജനിച്ചിരുന്നെങ്കിൽ ഈയുടെ വർഷിപ്ഡ് ആസ് എ ഋഷി.
അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് എനിക്ക് ഒരുപാട് അറിവ് കിട്ടിയത്. എന്റെ ഗുരുനാഥന് കിട്ടി. ഈ പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനൊരു മനുഷ്യനുണ്ടോ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ? എന്റെ ഗുരുനാഥനെ എനിക്ക് വിശ്വാസമാണ്, പക്ഷെ അതില്ലായിട്ടില്ല. ആ പുസ്തകം വായിച്ചപ്പോൾ ഈ ഗുരുനാഥൻ പറഞ്ഞത് മുഴുവൻ എന്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ 10,000 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഒരേ ആയി ചിന്തിച്ചു. എന്റെ ഗുരുനാഥൻ ചിന്തിച്ചു, ഒരേ ജീവിതം. രണ്ടുപേരും പറയുന്നു ഒന്ന്, പ്രപഞ്ചത്തില് ശരിക്ക് കൂലങ്കഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ആരാഞ്ഞു കഴിഞ്ഞാൽ സത്യം എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും. സത്യം ഒന്നേ ഉള്ളൂ, സത്യം 100ഇല്ല. മനസ്സിലായോ? സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യമാണ് ആരോഗ്യം. ആ ആരോഗ്യത്തിലെത്താനുള്ള വഴിയാണ് പ്രകൃതി ചികിത്സാ മാർഗം, പ്രകൃതി ജീവന മാർഗം. ഇത് മനസ്സിലാക്കൂ. അപ്പോ രോഗകാരണം എല്ലാവർക്കും ശരീരത്തിലുള്ളതായിട്ടുള്ള വിഷാംശങ്ങളാണ്. രോഗലക്ഷണങ്ങൾ പലതും ഉണ്ടാവും. രോഗം എന്നുള്ളതിന് 100,000 പേരുണ്ട്. പക്ഷേ രോഗമൊന്ന്, രോഗകാരണമൊന്ന്, ചികിത്സ ഒന്ന്, ചികിത്സകനും ഒന്ന്, മരുന്നും ഒന്ന്. ഇത് വലിയ ബുദ്ധിമുട്ടല്ലേ? മരുന്ന് ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നാമത് കൊടുക്കണം. എല്ലാവർക്കും കുമ്പളങ്ങി കൊടുക്കുന്നുണ്ട്. എനിക്ക് 5-8 കൊല്ലം മുമ്പോ തിരുവനന്തപുരത്തെ ഒരു ഡോക്ടർ എന്നെ ആക്ഷേപിച്ചു പറഞ്ഞു, ഈ വർമ്മ എന്ന് പറഞ്ഞ ആൾക്ക് എല്ലാവർക്കും കുമ്പളങ്ങ നീരും മുഴുവനും കൊടുക്കണം, അയാളൊക്കെ വേറെ ഒന്നും ഇല്ലെന്ന് ലോകത്ത്. ഞാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ? അവരും കൊടുക്കണ്ട് ഒരേ മരുന്ന് തന്നെ പല രോഗത്തിനും ഇല്ലേ? എനിക്കിതേ ഉള്ളൂ, കുമ്പളങ്ങ നീരും മുഴുവനും കൊടുത്താൽ രോഗം മാറണം കണ്ടോ, അതുകൊണ്ട് കൊടുക്കണതേ ഉള്ളൂ. വേറെന്താ? കുമ്പളങ്ങയും വേണ്ടിയും നമുക്ക് വേറെ തത്വമുണ്ട്. അന്നം തന്നെ ഔഷധം, ഔഷധം തന്നെ അന്നം. അത് വ്യത്യാസമുണ്ട്. അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവ ഔഷധമുച്യതേ. ഇത് ഞാൻ പറഞ്ഞു തോന്നില്ലേ? അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം, ഭൂതജനങ്ങൾക്ക് ജ്യേഷ്ഠനായി നിൽക്കുന്നു അന്നം. അതുകൊണ്ടിത് സർവ ഔഷധമാണ്. സർവ ഔഷധമുച്യതേ. ഇത് വേദമന്ത്രമാണ്. അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം തസ്മാത് സർവ ഔഷധമുച്യതേ. വേറെ ഔഷധം വേണ്ട, അന്നം തന്നെ ഔഷധം, ഔഷധം തന്നെ അന്നം. ഇത് ഹിപ്പോക്രറ്റ്സും പറഞ്ഞത് തന്നെയാണ്. ദൈ ഫുഡ് ഈസ് ദൈ മെഡിസിൻ, ദൈ മെഡിസിൻ ഈസ് ദൈ ഫുഡ്. അയ്യോ, ഞാനല്ല പറഞ്ഞു. ഹിപ്പോക്രറ്റ്സ് പറഞ്ഞ ഹിപ്പോക്രറ്റ്സ് ഡോക്ടർമാരുടെ പിതാവാണ്. ഡോക്ടർമാരുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയില്ലേ ഹിപ്പോക്രറ്റ്സ്? അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. ദൈ ഫുഡ് ഈസ് ദൈ മെഡിസിൻ, ദൈ മെഡിസിൻ ഈസ് ദൈ ഫുഡ്. വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് തന്നെ നമ്മളും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വേദങ്ങളിലെ വാക്കുകൾ തന്നെയാണ്. അപ്പോ ഫുഡ് ഒന്ന് പോവോ? കറണ്ട് പോവോ? 6:30 സംശയമുണ്ട് ഇല്ലേ? അതായിരിക്കും ജനറേറ്റ് ചാർജ് ചെയ്യണമെന്നുണ്ട്. അപ്പോ ചികിത്സ ഒന്ന്, നോക്കൂ, രോഗമൊന്ന്, രോഗകാരണമൊന്ന്. രോഗകാരണം അകത്തുള്ള ടോക്സീമിയ, വിഷാംശങ്ങൾ. രോഗനിവാരണം ഒരേ രീതിയാണ്. ചികിത്സ ഒന്ന്, ചികിത്സകനും ഒന്ന്. ആര് ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തെ ജീവനാണ്. ആ ജീവൻ ചികിത്സ ഒന്നാണ്. മരുന്ന് ഒന്ന്, മരുന്നും ഔഷധവും ഒന്ന്. അല്ല, അന്നവും. നമ്മൾ അന്നമയമായിട്ട് കഴിക്കാവുന്ന വസ്തുക്കളെ നമ്മൾ ഔഷധമായിട്ട് പറയാറുള്ളൂ. കുമ്പളഞ്ഞ അന്നവുമാണ്, ഔഷധമാണ്. കുമ്പളഞ്ഞോട് കൂട്ടാൻ വയ്ക്കണില്ലേ? വാഴപ്പിണ്ണോട് കൂട്ടാൻ വയ്ക്കണില്ലേ? തഴുതാമ കൂട്ടാൻ ചീരയിലാണ്. തഴുതാമ ചീരയിലാണ്. തുളസിയും കഴിക്കാം, ഒരു ഫ്ലേവർ സാധനമാണ്. ഒരു പക്ഷെ കറുകയും കൂളവും മാത്രം കൂട്ടാൻ വയ്ക്കണില്ല എന്നുള്ളൂ ഇല്ലേ? ബാക്കി അത് അതിന്റെ ദിവ്യത്വം, അതിന്റെ ഗുണം കണ്ടിട്ട് പറയാണ് ചെയ്യണേ. ബാക്കി സകലതും നമ്മള് മുരിങ്ങയില, തഴുതാമയില, കൂളത്തിന്റെ ഇല, മറ്റേ കൊടങ്ങലയില, ഇതെല്ലാം ഇലകള്, ചീര ഇലകള്, ഇതാണ് ഔഷധങ്ങള്. വേറെ ഒന്നുമില്ല. ഔഷധം ഒന്ന് എല്ലാവർക്കും. കുറച്ച് വ്യത്യാസം പറയും കേട്ടോ ചില സമയത്ത്. അത് രോഗത്തിന്റെ പ്രത്യേകത. കാഠിന്യം കൊണ്ടും പഴക്കം കൊണ്ടും ചില വ്യത്യാസങ്ങൾ ചിലപ്പോൾ വരുത്തുന്നേ ഉള്ളൂ. ചിലപ്പോൾ പറയും മരുന്ന് കഴിക്കണ്ടെന്ന് പറയും. തെറ്റിദ്ധരിക്കരുത്. ആ സമയത്ത് എന്തിനാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. അപ്പോ മരുന്നൊന്ന്, മരുന്നും ഔഷധവും ഒന്ന്. ഔഷധവും അന്നവും ഒന്ന്. അന്നമായി കഴിക്കാൻ പറ്റുന്ന മാത്രമേ ഔഷധമായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. നമ്മൾ പറയുന്ന ഔഷധങ്ങൾ മുഴുവനും സാത്വികമാണ്. വിഷമയമായിട്ട് ഒന്നുമില്ല അതിന്റെ അകത്ത്. പൂർണ്ണമായിട്ട് കഴിക്കണമെന്ന് പറയും. ഹോൾസമിനസ്. ഏത് ഔഷധവും കഴിക്കുമ്പോൾ സമൂലം കഴിക്കണമെന്ന് പോലും പറയും. പലപ്പോഴും നടക്കാത്തതുകൊണ്ട് ഇപ്പൊ കൂളത്തിന്റെ ഇല കഴിക്കാൻ പറഞ്ഞ കൂളം മുഴുവൻ വെട്ടിപ്പിടിഞ്ഞ് കഴിക്കണമെന്നല്ല പറഞ്ഞത്. സമൂലം എന്ന് പറഞ്ഞാൽ കേട്ടോ, വരി വിശ്വസിക്കരുത്. കറുകപ്പുല്ലാണെങ്കിൽ കറുകപ്പുല്ല് മുഴുവൻ പറിച്ച് സമൂലം കഴിച്ചാൽ ഗുണം കിട്ടും. തഴുതാമ വേരും ഇലയും എല്ലാം കൂടെ രണ്ടും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം കിട്ടും. കുറുന്തോട്ടി അതേമാതിരി തന്നെ സമൂലം കഴിച്ചാൽ കൂടുതൽ ഗുണം കിട്ടും. പച്ചയായിട്ട് പൂർണ്ണത, സമൂലം
ആണ് കൂടുതൽ ഗുണം കിട്ടുക. പക്ഷെ അത് നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കൂലത്തിന്റെ ഇല കഴിച്ചാൽ മതി, കഴുതാമ ഇല മതി എന്നൊക്കെ പറയാനാണ് കാരണം. അപ്പൊ അതായത് ഔഷധവും അന്നവും ഒന്ന്. ഒരുപക്ഷെ ഈ തത്വമാണ് ഇതിന്റെ പ്രാധാന്യം. ഇത് പുതുതായിട്ട് കണ്ടുപിടിച്ചല്ല, അനാദികാലമായിട്ട് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭാരതഭൂമിയിൽ ഈ തത്വം പ്രചരിച്ചിരുന്നു. ഇന്നത് മറന്നുപോയി. പണ്ട് വൈദ്യന്മാര് പഥ്യം തറപ്പിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് വൈദ്യന്മാര് പഥ്യം പറയുന്നില്ല. അതുകൊണ്ട് രോഗം മാറുന്നില്ല. പീപ്പിൾ ആർ റണ്ണിംഗ് ടു ഹോസ്പിറ്റൽ. തുറന്നു പറയൂ പഥ്യം, രോഗം മാറും. വൈദ്യം പറയണം. തുറന്നു പറഞ്ഞാൽ രോഗം മാറുന്നു പറഞ്ഞാൽ വിഷമാണ്. ഞാൻ ഒരു സംഭവം പറയാം. ഞാൻ വൈദ്യന്മാരെ ചീത്ത പറയല്ല, സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. 3 മാസം എന്നെ വൈദ്യന്മാരെ പഠിപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് എന്നെ അപ്പോയിന്റ് ചെയ്തു. ആയുർവേദ ഡയറക്ടർ പ്രകൃതി പഠിപ്പിക്കാനായിട്ട് 3 മാസം. 3 മാസം ഞാൻ ബുദ്ധിമുട്ടി. ഈ യാത്രയുടെ ഇടയിൽ അവിടെ പോയി, ഓരോ തവണയും പോയി, ട്രെയിനിൽ പോയി, അവർക്ക് വർത്താനം പറഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ഒരു 10-30 തവണ പോയി തിരുവനന്തപുരത്ത്. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് വൈദ്യന്മാർ നമസ്തേ പറഞ്ഞ് എന്റെ വായിലിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് നമസ്തേ പറഞ്ഞ് ഇങ്ങ് പോയി. ഞാനും പോയി. എനിക്ക് ടീ തന്നു കേട്ടോ. ടീ ഞാൻ കൂടുതലൊന്നും പണം വേണമെന്ന് പറഞ്ഞില്ല. ടീ തന്നു പോകാനുള്ള ഭാഗത്തിലുള്ളത്. പലപ്പോഴും കാസർഗോഡ് നിന്നാണ് വരുന്നത് തിരുവനന്തപുരം വരെ. ചിലപ്പോൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ ചിലപ്പോൾ പോകും. അപ്പോ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു വൈദ്യൻ ഇത് പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. പേരും പറയില്ല, എവിടെയാണെന്നും പറയില്ല. ആ വൈദ്യൻ ശ്രമിച്ചു. അത് അദ്ദേഹത്തിന്റെ അവിടെ കുറഞ്ഞൊരു 10-15 ആസ്മ രോഗികളുണ്ടായിരുന്നു. എന്തിയിട്ട് മാറാത്ത രോഗ, ആസ്മരോഗം മാറില്ല. ഈ നമ്മുടെ വിദ്യ ആസ്മരോഗം മാറാനുള്ള പ്രയോഗം നടത്തിയപ്പോൾ ആസ്മ മാറി, സന്തോഷായി. 5-6 മാസം കഴിയുമ്പോൾ രോഗികൾ വരാതായി. അപ്പൊ ആ വൈദ്യന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എടാ ആ രോഗികൾ എന്താ വരാത്തേന്ന് ചോദിച്ചു. അവിടെ രോഗം മാറിയല്ലോ അച്ഛാ. എങ്ങനെ മാറി? പ്രകൃതി കൊണ്ട് പറ്റിച്ചല്ലോടാന്ന്. ആ രോഗികളുടെ കണ്ണ് 1000 രൂപ മാസം വരുമാനം ഉണ്ടായിരുന്നേ, അത് പോയി എന്നാ പറഞ്ഞേ. ഐ എം സോറി, എനിക്ക് പറയാൻ നിവൃത്തിയില്ല. വൈദ്യന്മാര് കച്ചവട മനസ്സ് വന്നാൽ അതപ്പതിനാ. ഒരു അഷ്ടവൈദ്യം പറയണ്ടായി, എന്ന് വൈദ്യൻ മരുന്ന് വിപ്പ് തുടങ്ങിയോ അന്ന് ആയുർവേദം മതപ്പതിച്ചു എന്ന് പറഞ്ഞ കാര്യം. കുട്ടഞ്ചേരി, തൃശ്ശൂരെടുത്ത് കുട്ടഞ്ചേരി മനൂസ് ഉണ്ടായിരുന്നു. എന്ന് അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഇപ്പൊ നിന്നു, അവിടെ നിന്നു. ആ കുട്ടമനുമൂസിൽ അപ്പൊ അവിടുത്തെ അഷ്ടവൈദ്യം നിന്നു. ഇപ്പോ പാരമ്പര്യം ഇല്ല, നിന്നുപോയി. എന്ന് ആയുർവേദ വൈദ്യന്മാര് മരുന്ന് വിൽപ്പന തുടങ്ങിയോ അന്ന് അതപ്പതിച്ചു ആയുർവേദം. ഞാനല്ല പറഞ്ഞേട്ടോ, വർമാജി പറഞ്ഞെന്ന് പറയരുത്. കുട്ടഞ്ചേരി മനൂസ് എന്ന് പറഞ്ഞാൽ മതി, എന്റെ പേര് പറയണ്ട.